മാസപ്പടി കേസിൽ ടി വീണ നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. ആരോഗ്യ കാരണങ്ങളാൽ ഹാജരാകാനില്ല എന്നാണ് അറിയിച്ചത്. സാവകാശം നൽകണമെന്നും വീണ തേക്കണ്ടിയിൽ ഇഡി അറിയിച്ചു. മുഹമ്മദ് സ്വാലിഹ് വിവരങ്ങൾ നൽകും. സ്വാലിഹ്, ഈ ആവശ്യം അനുവദിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും അജിംസ്, അതായത് വീണ ഇമെയിൽ വഴി അയച്ചിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ആവശ്യം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുമൂലം തനിക്ക് നാളെ ഹാജരാകുന്നത് ഒഴിവാക്കി തരണം എന്നതാണ് വീണയുടെ അപേക്ഷ. വീണ ഇതോടൊപ്പം ചേർത്തിരിക്കുന്നത് ചികിത്സാ രേഖകളടക്കം ചേർത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. സ്വാഭാവികമായും ഇ ഡിയുടെ രീതി അനുസരിച്ച് ഈ ചികിത്സാ രേഖകളടക്കം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കാലതാമസം അനുവദിക്കുന്നതാണ് ഇ ഡിയുടെ രീതി. സ്വാഭാവികമായും നാളെ ഹാജരാകേണ്ടതില്ല എന്ന ഒരു ഇളവ് വീണയ്ക്ക് ലഭിക്കാനാണ് സാധ്യത. അതേസമയം ഇ ഡിയുടെ സമൻസ് എന്ന് പറയുന്നത് സിവിൽ കോടതിയുടെ സമൻസിന് തുല്യമായ പരിഗണനയുള്ള സമൻസാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് നാൾ ഈ ഹാജരാകാതെ വൈകിപ്പിക്കാൻ വീണയ്ക്ക് സാധിക്കില്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട്. നാളെ ഹാജരായില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ വീണ്ടും ഹാജരാകാൻ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം വീണ ഈ മെയിലിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് തൻ്റെ അഭിഭാഷകന് തൻ്റെ കാര്യം വിശദീകരിക്കാൻ അവസരം നൽകണം. അതായത് തന്നോട് ഏതൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കും എല്ലാം മറുപടി ഈ അഭിഭാഷകൻ നൽകും. അതോടൊപ്പം മറ്റേതെങ്കിലും രേഖകൾ ആവശ്യമുണ്ടെങ്കിൽ ആ രേഖകളും ഈ അഭിഭാഷകൻ നൽകും. അതുകൊണ്ട് തന്നെ തന്നെ വിളിപ്പിക്കേണ്ട കാര്യമില്ല എന്നതടക്കം ഈ കാര്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ഇമെയിലിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലടക്കം ഇ ഡി എന്ത് നിലപാടെടുക്കും എന്നതാണ് പ്രധാനം അജിംസ്. ശരി, ഇന്ന് വീണ തേക്കണ്ടിയിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയെത്താനാകില്ല എന്ന് ഇ ഡിയെ അവർ ഇമെയിൽ വഴി അറിയിച്ചു.